ഇന്ന് നമുക്ക് പാഷൻ ഫ്രൂട്ട് കൊടുക്കാനുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വള്ളിയിൽ പകർത്തിയ പാഷൻ ഫ്രൂട്ടിലൊക്കെ ആയി വരുന്നുള്ളൂ. നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞില്ല, പുതിയ നട്ട് പായി വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയുണ്ട്. ഇതിപ്പോ നമ്മള് ഈ വള്ളി പടർന്നിട്ടുള്ളത് നമ്മുടെ പമ്പ് ഹൗസ് ആണിത്. ഇവിടെയാണ് നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ പച്ചക്കറി നനയ്ക്കാനുള്ള പമ്പ് ഹൗസ് ആണിത്. അതിന് മുകളിൽ നമ്മൾ പച്ചക്കറിയൊക്കെ നനയ്ക്കാനുള്ള ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലോട്ട് നമ്മൾ വള്ളി പടർത്തിയിട്ട് ഇവിടെ ഇപ്പൊ പടുമുളയായിട്ടൊരു വള്ളി മുളച്ചതായിരുന്നു. അപ്പൊ അത് നല്ല ബ്രൗൺ ആയതുകൊണ്ടും നമ്മൾ കാവേരി പാഷൻ ഫ്രൂട്ട് ആയതുകൊണ്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ അതിന്റെ വള്ളി പടർന്ന് ഉണ്ടായി കിട്ടിയതായിരുന്നു. ഒരു ചെറുനാരങ്ങ മരം ഉണ്ട് അതിനോട് ചേർന്ന്. അപ്പൊ ഇവിടെ ഉണ്ടായി കിട്ടി. അപ്പൊ ചെറുനാരങ്ങ വള്ളി കയറാതെ ഞങ്ങൾ എന്താക്കി ഒരു കമ്പ് ഉപയോഗിച്ച് ഈ പമ്പ് ഹൗസിന്റെ മുകളിൽ ടാങ്ക് സെറ്റ് ചെയ്ത് അതിന്റെ മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് മുകളിൽ നല്ല രീതിയിൽ പടർന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് ടാങ്ക് ഒക്കെ പച്ചക്കറി നനയ്ക്കേണ്ട ആവശ്യത്തിനായതുകൊണ്ട് പിന്നെ നമുക്ക് പടർന്നാലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് പറിച്ചെടുക്കണം. ഇതിലാണ് പാഷൻ ഫ്രൂട്ട് ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾ പേരയിൽ ഇതിന്റെ മുന്നിൽ വീഡിയോ കാണിച്ചിരുന്നത് സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് പേരയിലും ഉണ്ട്. അപ്പൊ അതിന് തന്നെ ഇതിലുള്ളതൊന്ന് കുറച്ച് പറിച്ചെടുക്കാം. തൊട്ടടുത്ത് തന്നെ ഇതിന്റെ മുകളിൽ കയറി വെക്കാം. അത്യാവശ്യത്തിന് പഴുത്തൊക്കെ ഇതിലുണ്ട്. പിന്നെ രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ ഇക്കോ ഷോപ്പ് ഉണ്ട്, അവിടത്തേക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് വേണം. എത്ര ഉണ്ട്, കുറച്ച് വേണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എത്ര ഉള്ളത് വെച്ചാൽ കൊടുക്കാം. നമുക്ക് കിലോക്ക് ഇത് പറിച്ചു കഴിഞ്ഞാൽ അറിയുള്ളൂ. നമ്മൾ പമ്പ് ഹൗസിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, വള്ളികളെല്ലാം പടർന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരു 2 ദിവസം മുന്നേ നമ്മൾ കുറച്ച് പറിച്ചിരുന്നു, അതുകൊണ്ട് ഇപ്പം ആയത് കുറവാണ്. നല്ല പച്ച ഇഷ്ടം പോലെ ഉണ്ട്. പഴുത്തത് ഇതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ചെറുതാണ് എന്നാലും പഴുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്കൊക്കെ അതാ ഉള്ളിൽ കുറെ ഉണ്ട് കേട്ടോ. അതവിടെ ഉണ്ട്. ഇങ്ങനെ ഉള്ളിലായതുകൊണ്ട് ഇങ്ങനെ കാണൂല. പുതിയ പച്ച കുറയുന്നുണ്ടാകുന്നത് നമ്മൾ അത്യാവശ്യം ഒരു ബ്രൗൺ ആയതേ പറിക്കുന്നുള്ളൂ. ഇതാ എന്താ സംഭവം, ഈ റേഞ്ചിലായതൊക്കെ എടുക്കാം. ഇതിന്റെ ഉള്ളിൽ പഴുത്ത് കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതിലൊക്കെ കുറെ ഉണ്ടാകുന്നുണ്ട്. പച്ചയാണ്, പുതിയതായി വരുന്നുണ്ട്, നല്ല പൂക്കളുണ്ട്. ഈ പൂക്കളൊക്കെ പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പൊ ഇതിന്റെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഇങ്ങോട്ട് തന്നെ കാണിച്ചാൽ ഇവിടെ ഇപ്പുറം സൈഡിലൊക്കെ ഉണ്ട്. നമ്മൾ പച്ചക്കറി നനയ്ക്കുന്ന സമയത്ത് മാത്രമേ ഈ ടാങ്കിൽ വെള്ളമൊക്കെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ സമയത്തൊക്കെ ഇതിൽ പടർന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഒന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രൗണാണ്, ബ്രൗൺ ആയി വരുന്നേ ഉള്ളൂ. ഇതാ ഇവിടെ നല്ല പഴുത്ത്. നമ്മുടെ ഇലകൾക്കുള്ളിലായതുകൊണ്ട് ഇത് അങ്ങനെ കാണുന്നില്ല. നല്ല ഇല തിങ്ങി ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം ബ്രൗൺ ആയതൊക്കെ പറിച്ചെടുക്കാം. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വള്ളിയിൽ നല്ല സെറ്റായി ഒന്ന് ഇതിപ്പോ കായ്ക്കൽ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഒരു വട്ടത്തിൽ നിന്ന് പറിച്ചു. ഇപ്പൊ രണ്ടാമതാണ് കൂടുതലായി വരുന്നുണ്ട്. പിന്നെ കാവേരി പാഷൻ ഫ്രൂട്ട് ഓൾ സീസൺ ആണ്. ഒരു വട്ടം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അടുത്ത വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ അപ്പുറം സൈഡിലൊക്കെ കൊണ്ട് കുറച്ച് പറിക്കാനൊക്കെ ആയിട്ട്. ഈ സൈഡിലുള്ളത് കായ് വരുന്നുള്ളൂ. നമ്മളിപ്പോ ഈ ടാങ്കിന്റെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. ഇപ്പുറം സൈഡിൽ അത്യാവശ്യം ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ആയതുണ്ട്. ഒരു കാവത്തിന്റെ വള്ളിയും താഴ്ന്ന് പടർന്നിട്ട് ഈ പാഷൻ ഫ്രൂട്ടിന്റെ കൂടെ വന്നിട്ടുണ്ട്. നല്ല കാവത്താണ്. അപ്പൊ ഇതിന്റെ നമ്മൾ പറിച്ചെടുക്കുന്ന കാവത്തിന് പക്ഷെ വള്ളി ഇങ്ങോട്ട് കയറിപ്പോയതാ. ഈ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയിൽ പിടിച്ച് കയറിയതാ. അതിവിടെ നിന്നോട്ട് എന്തായാലും ഒക്കെ പൊട്ടിച്ചെടുക്കാണ്ട്. ഇവിടെ കണ്ടോ, ഇങ്ങനെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നല്ല ഇല ഉണ്ട് കേട്ടോ. ഇലേന്റെ ഉള്ളിലായതുകൊണ്ട് മാറ്റി നോക്കണം കറക്റ്റ് കാണണമെങ്കിൽ. ഇത് പഴുത്തിട്ട് തീന്ന് വീണതാട്ടോ. നല്ല എടുക്കാം. താഴെ വീണിട്ടില്ലല്ലോ. ഇവിടെ കുറെ പച്ചവെള്ളം തൂങ്ങിക്കുന്നത്. വള്ളി മുകളിൽ വന്നിട്ട് ഇപ്പൊ താഴേക്ക് ഇങ്ങനെ തൂങ്ങി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബ്രൗൺ ഉണ്ട്. ഒക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഇല ഉള്ളതുകൊണ്ട്. അപ്പൊ ഇല മാറ്റി കഴിഞ്ഞാൽ കുറെ എണ്ണം പറിച്ചെടുക്കാണ്ട്. മുകളിൽ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ബാക്കി താഴെ ഉണ്ട് കേട്ടോ. താഴെ ഇറങ്ങിയിട്ട് കാപ്പിയിൽ ഇതിന്റെ തൊട്ടതായി കാപ്പി മരത്തിലും കുറച്ച് പടർന്നിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തൊരു ഷെഡിലും മുകളിലുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ ഒന്ന് പറിച്ചെടുക്കാം. മുകളിൽ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. 2 ദിവസം മുന്നേ പറിച്ചതുകൊണ്ടല്ലേ ഇതിലും കൂടുതൽ മുകൾ ഭാഗത്ത് നിന്ന് കിട്ടണ്ട കേട്ടോ. നല്ല പഴുത്തൊന്ന് താഴെ വീണുണ്ട് കേട്ടോ. ഈ വള്ളിയുടെ കുറച്ച് ഭാഗത്ത് ആ കാപ്പിയിൽ പടർന്നിട്ടുണ്ടോ. കാപ്പി നമ്മൾ അങ്ങനെ പടർത്തൂല, അത് കണ്ടില്ലേ. കാ പിടിച്ചു വരുന്നേ ഉള്ളൂ. അരിമ്പൊക്കെ മാറിയപ്പോൾ കാപ്പിയുടെ മണിയുണ്ട്. അപ്പൊ അതിലോട്ട് ഇങ്ങനെ അടഞ്ഞു നിന്നാല് കൊഴിഞ്ഞു പോകും. പക്ഷെ ഇതിന്റെ ചെറിയൊരു ഭാഗം വന്നിട്ടുള്ളൂ. ഇതെന്തായാലും ഇതൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് നമ്മുടെ പമ്പോസിന് മുകളിലോട്ട് തന്നെ വള്ളിനെ കയറ്റണം. അതാ ഇവിടെ നല്ല പഴുത്തായിട്ടുണ്ട്. പറിക്കാനൊക്കെ നല്ല സുഖമാണ് കാപ്പിയിലായതുകൊണ്ട്. നല്ല പഴുത്താട്ടോ. ഇവിടെ ഒന്ന് പക്ഷെ കാപ്പിയിൽ ഓവർ പടർത്തി വിടാൻ പറ്റില്ല. കാപ്പിച്ചെടി നാശമായിപ്പോ. നമ്മള് മത്തനും കുമ്പളൊക്കെ കാപ്പിയിൽ പടർന്ന് പെട്ടെന്ന് മാറ്റും. കാപ്പിയെ നല്ല ബാധിക്കും ഇതൊക്കെ പടർന്നു കഴിഞ്ഞാൽ. അതിന് വരുമാനം കിട്ടുമ്പോൾ നമുക്ക് കാപ്പിയുടെ വരുമാനം പോയി പോകും. കാപ്പി കൊഴിയുന്നോണ്ടാട്ടോ പ്രശ്നം. ഇവിടെയൊക്കെ കണ്ടില്ല, ഇങ്ങനെ അടഞ്ഞു നിന്നാൽ കാപ്പി കൊഴിയും. ഇനി കുറച്ച് അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. നമുക്ക് ഏകദേശം ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡിന്റെ മുകളിലൊക്കെ പറിച്ചാൽ ഏകദേശം നമുക്ക് കൊടുക്കാനുള്ള കായ് കിട്ടും. നമുക്ക് എത്രയാണ് പറഞ്ഞിട്ടില്ല, നമ്മൾ ഉള്ളതിന്റെ വെയിറ്റ് എടുത്തിട്ട് അവർക്ക് കൊടുക്കണം. പിന്നെ 1-2 എണ്ണം നമ്മുടെ പേരയിൽ മരത്തിലുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒന്ന് പറിച്ചെടുക്കണം.
അതിലുണ്ട് വേറൊരു മുരിക്കിലും പടർന്നുണ്ട്, അതൊക്കെ പറിച്ച് പന്തലുള്ളത് നമുക്ക് കുറച്ച് പന്തലുള്ളത് പറിക്കൽ തുടങ്ങി നമുക്ക് കൂടുതലുണ്ടാവും, അതായി വരുന്നേ ഉള്ളൂ. നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് മൊത്തം എത്ര ഉണ്ട് കാണിച്ചു തരാം. ഇവിടെയുള്ള ഈ വള്ളി ഒരു മുരിക്കിലും പ്ലാവിലും കൂടെ ആയിട്ട് പടർന്നു കയറിയതാണ്. അപ്പൊ അതിന്റെ താഴ്ഭാഗത്തോട്ട് വള്ളി ഇങ്ങനെ കിഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് പ്ലാവിന്ന്. ഇതിലൊക്കെ കുറച്ച് ആയതുണ്ട്, ഇതൊക്കെ ഒരുവിധം ആയതാണ്. കറക്റ്റ് ബ്രൗൺ ആയി വന്നിട്ടില്ല, എന്നാലും ഇതൊക്കെ പാകം, ഇതൊക്കെ പറിച്ചെടുക്കാം. ഇതാ താഴ്ഭാഗത്ത് തന്നെ ഉണ്ട്, ബ്രൗൺ ആയി വരുന്നല്ലോ ഇട്ടത്, കറക്റ്റ് ബ്രൗൺ ആയിട്ടില്ല. ഇതൊക്കെ നമുക്ക് കൊടുക്കാനൊക്കെ ഇത് പറ്റും. എന്താ വെച്ചാൽ ഈ റേഞ്ചിലൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ളിൽ ഏകദേശം മധുരം വെച്ച് തുടങ്ങും. ഇതിനുള്ളിലുള്ള പൾപ്പൊക്കെ ഏകദേശം കുരുവൊക്കെ മധുരം വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഒക്കെ ഒന്ന് പറിച്ചെടുത്ത് ചെറുതാ മോൾ ഭാഗത്തൊന്നുണ്ട് അല്ലേ, പറിക്കാം. അപ്പൊ കുറച്ചൊക്കെ ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഇത്രയും പാഷൻ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി തൂക്കി നോക്കട്ടെ, ഒന്ന് തുടച്ചു വെച്ചതാട്ടോ. ചെലിലൊക്കെ പറിച്ച സമയത്ത് ഇങ്ങനെ അതിന്റെ ഇലയൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് എടുക്കാനായിട്ടൊക്കെ നമ്മുടെ രാജുവേട്ടൻ വരുന്നുണ്ട്. രാജുവേട്ടനാണ് MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിലൊക്കെ ഇക്കോ ഷോപ്പിലേക്ക് രാജുവേട്ടൻ അവിടുത്തെ മെമ്പറാണ്. അപ്പം ഈ ഭാഗത്തുള്ള കർഷകരിൽ നിന്നൊക്കെ പച്ചക്കറി മറ്റൊക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ എത്തിക്കുന്ന രാജുവേട്ടനാണ്. അപ്പൊ രാജുവേട്ടൻ ഇപ്പൊ എത്താന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തൂക്കി വെക്കാം. നമ്മളെല്ലാ സാധനം ഫൗണ്ടേഷന് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച കടച്ചക്ക കൊടുത്തിരുന്നു, പിന്നെ നമ്മൾ റെഡ് ലേഡി പപ്പായ കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് പാഷൻ ഫ്രൂട്ട് മാത്രമാണ് കൊടുക്കാനായിട്ട്. ഇവർക്ക് എന്ത് ഓർഡർ കിട്ടിയിട്ട് അവര് അർജന്റായി വിളിച്ചു പറഞ്ഞു. 4,350 ഉണ്ട്. നമ്മൾ ഈ കൊട്ടയുടെ തൂക്ക് മൈനസ് ചെയ്തിരുന്നു, എന്നാലും 4 കിലോ എന്തായാലും ഉണ്ട്. 4,350 ഉണ്ട്. അത്യാവശ്യം നല്ല പാഷൻ ഫ്രൂട്ടാണ്. നല്ല നോക്കി മാത്രം നമ്മൾ പറിച്ചിട്ടുള്ളൂ, അത്യാവശ്യം മൂപ്പായതും പറിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിനി ഫൗണ്ടേഷനിൽ കൊടുക്കാനായിട്ട് ഇപ്പൊ രാജുവേട്ടൻ വരും. അപ്പൊ അവർ വന്ന് ഇവിടുന്ന് കളക്ട് ചെയ്യും. രാജുവേട്ടൻ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. രാജുവേട്ടൻ വന്നിട്ട് ഇത് നേരെ അവർക്ക് കൊടുത്തിട്ട് അവർ നേരെ ഫൗണ്ടേഷനിൽ എത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ രാജുവേട്ടൻ വന്നിട്ട് കൊണ്ടുപോകാനായിട്ട് തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 4,300 ഉണ്ട്. 4 കിലോ കൂട്ടിയാൽ മതി. ഫൗണ്ടേഷന്റെ എക്കോ ഷോപ്പിൽ രാജേട്ടന്റെ അച്ഛന് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അതിന്റെ ഞാൻ പറഞ്ഞില്ല, അതിനൊരു കമ്മിറ്റി ഉണ്ട്, അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ദിവാരേട്ടനാണ് രാജേട്ടൻ അച്ഛന്റെ പേര് കേട്ടോ. ദിവാരേട്ടൻ മരിച്ചതിന് ശേഷം രാജേട്ടനൊക്കെ അതിൽ മെമ്പറാണ്. അപ്പൊ ഈ ഭാഗത്തുള്ള പച്ചക്കറികൾ മറ്റൊക്കെ കർഷകരിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കുന്നൊക്കെ രാജേട്ടനാ കേട്ടോ. ഇത് കൊണ്ടുപോകും അവർ, എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരാഴ്ച കൂടുമ്പോഴാണ് നമ്മൾ ബില്ലുകളൊക്കെ തരാറുള്ളത്. ഇവർ കൊടുത്ത ശേഷം അടുത്ത വട്ടം രാജേട്ടൻ പച്ചക്കറിയൊക്കെ എടുക്കാൻ വരുന്ന സമയത്ത് ഇതിന്റെ ബില്ല് നമുക്ക് തരും. കൊണ്ടുവച്ചാൽ അപ്പം രാജേട്ടനെ പോലത്തെ ആളുകളൊക്കെ ഇങ്ങനെ പച്ചക്കറി കളക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമാണ്. ഇവിടുന്ന് ഞങ്ങൾ കൽപ്പറ്റ എത്തിക്കുന്നതിന് പകരം കൽപ്പറ്റയാണ് ഈ എക്കോ ഷോപ്പ് ഉള്ളത്. ഇവിടെ ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പം രാജേട്ടൻ വന്ന് ഇതുവരെ കളക്ട് ചെയ്യും. ഇന്നിപ്പോൾ രാജേട്ടന് വേറെ 2-3 ഫാർമേഴ്സിന്റെ പച്ചക്കറി കൊണ്ട് എടുക്കാറുണ്ട്. അതൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടേ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും ഗുണമാണ്. ഇക്കോ ഷോപ്പിൽ ഇങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് പോയി എത്തിക്കേണ്ട. നമ്മൾ കൊടുക്കുന്ന പച്ചക്കറി അതിന്റെ കറക്റ്റ് അതിന്റെ കിട്ടുന്ന പൈസയും ഒക്കെ കറക്റ്റ് രാജേട്ടൻ ഞങ്ങൾ ഇവിടെ എത്തിച്ചു തരാറുണ്ട്.